അദ്ദർസുൽ അവൽ രണ്ടാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം. നാമോ വലാ തസ്തേക്കിലു, നിങ്ങൾ ഉറങ്ങൂ ഉണരരുത്. ഇതൊരു സർക്കാസ്റ്റിക് പോയമാണ്. സർക്കാസം, പരിഹാസ രൂപത്തിൽ എഴുതിയ കവിത. എന്തമാ എഹത്തൽ ഇഞ്ചിലീസ് ബിലാദൽ ഇറാഖ് സനത്ത് 1920 മീലാദിയ, 1920 ഇംഗ്ലീഷുകാർ ഇറാഖ് കീഴടക്കിയപ്പോൾ സാറ ഷാബുൽ ഇറാഖി ജനത വിപ്ലവം നയിച്ചു. ലിദ്ദ ഖുവൽ ഇഹ്തിലാലി അൽ അജ്നബി, വിദേശ അധിനിവേശ ശക്തിക്ക് എതിരെ. വസക്കത്ത ബാളു മിനൽ കുത്താബി വൽ ഉദബായി, എന്നാൽ ചില എഴുത്തുകാരും സാഹിത്യകാരന്മാരും സക്കത്ത മൗനം പാലിച്ചു. ഫഅസാറ റസാഫി മശായിറഹും ബി സുഖ്രിയത്തിൻ വാളിഹത്തിൻ, അപ്പോൾ റുസാഫി, അതായത് ഈ കവിത എഴുതിയ ആള്, അവരുടെ വികാരങ്ങൾ, ആ മിണ്ടാതിരിക്കുന്ന എഴുത്തുകാരുടെയും മറ്റും വികാരങ്ങൾ പരിഹാസ രൂപേണ വ്യക്തമാക്കുന്നു. ഫി ഉസ്ലൂബിൻ മഅക്കൂസിൻ്റെ ജദാബിൻ, ഒരു ആകർഷകമായ വിപരീത ശൈലിയിലുള്ള ഒരു രൂപത്തിൽ അദ്ദേഹം അവരെ പരിഹസിച്ചുകൊണ്ടാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. യാ ഖൗമു ലാ തതകല്ലമു, ജനങ്ങളെ നിങ്ങൾ സംസാരിക്കരുത്. ഇന്നൽ കലാമ മുഹറം, സംസാരം ഹറാമാണ്. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ ഒന്നും പറയുകയും എഴുതുകയും ചെയ്യാതിരിക്കുന്ന ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, നിങ്ങളൊന്നും പറയരുത്, പറയൽ ഹറാമാണ്. പറയാത്തത് കൊണ്ട് അവരെ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ് അല്ലേ. നാമോ, നിങ്ങൾ ഉറങ്ങിക്കോളൂ. വലാ തസ്തേക്കുളൂ, നിങ്ങൾ ഉണരരുത്. മാഫാസ ഇല്ലൻ നുവമു, ഉറങ്ങുന്നവരല്ലാതെ വിജയിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഉറങ്ങാതിരിക്കുന്നവരാണ് വിജയിച്ചത് അല്ലേ, പക്ഷെ ഇവരെ പരിഹസിക്കുകയാണ്, ഉറങ്ങുന്നവരാണ് വിജയിച്ചത്, നിങ്ങൾ ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട്. വതഅഖറു അൻ കുല്ലി മാ യഖ്ലി ബി അൻ തതഖദ്ദമു, വേഗം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളെയും വൈകിപ്പിച്ചോളൂ അല്ലേ. വേഗം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വൈകിപ്പിച്ച് പിന്നീട് ചെയ്താൽ മതി. എല്ലാം പെട്ടെന്ന് ചെയ്യേണ്ടതാണ്, പക്ഷെ ഇവരുടെ ഒരു രീതി കണ്ടപ്പോൾ അങ്ങനെ പറയുകയാണ്. വദഉ തഫഹമ ജാനിബൻ, മനസ്സിലാക്കലിനെ നിങ്ങൾ ഉപേക്ഷിക്കുക. ഫൽ ഖൈറു അൻ ലാ തഫഹമു, മനസ്സിലാക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെയുള്ള രാഷ്ട്രീയ സിറ്റുവേഷൻസ് ഒന്നും മനസ്സിലാക്കാതിരിക്കുന്നതാണ് നല്ലത്. വതസബ്ബതു ഫീ ജഹലിക്കും, നിങ്ങളുടെ അജ്ഞതയിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഫശ്ശറു അൻ തതഅല്ലമു, നിങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും കാര്യങ്ങൾ അറിയുകയും ചെയ്യുക എന്നത് ഷർറാണ്, മോശമാണ്. ഒന്നും അറിയരുത്, അങ്ങനെ തന്നെ അജ്ഞനായിട്ട് അങ്ങനെ അവിടെ ഇരുന്നാൽ മതി. അമ്മ സിയാസത്ത് ഫത്റുക്കു, നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയത്തെയും നിങ്ങളുടെ നിലപാടുകളെയും ഒക്കെ ഉപേക്ഷിച്ചേക്കൂ. അബദൻ, എന്നേക്കുമായി. വ ഇല്ലാ തന്തമു, അല്ലെങ്കിൽ നിങ്ങൾ ഖേദിക്കും. നമുക്ക് രാഷ്ട്രീയവും നമ്മുടെ നിലപാടും ഒക്കെ ഉണ്ടാകണം അല്ലേ, പക്ഷെ അങ്ങനെ ഒരു നിലപാടും എടുക്കാതെ, ഒരു രാഷ്ട്രീയവും ഇല്ലാതെ മിണ്ടാതിരിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ രാഷ്ട്രീയമൊക്കെ ഉപേക്ഷിച്ചേക്കൂ. രാഷ്ട്രീയമൊന്നും ഉപേക്ഷിച്ചില്ലെങ്കിൽ, നിലപാടൊന്നും ഉപേക്ഷിച്ചില്ലെങ്കിൽ അല്ലെ, നിലപാടുള്ളവരായാൽ നിങ്ങൾ ഖേദിക്കേണ്ടി വരും എന്ന് നേരെ തിരിച്ചു പറയുകയാണ്. ഇന്ന സിയാസത്ത് സിറുഹ, രാഷ്ട്രീയത്തിന്റെ രഹസ്യം ലൗ തഅലമൂന മുതൽസമു, നിങ്ങളത് അറിഞ്ഞിരുന്നുവെങ്കിൽ എന്താണ്, മുതൽസമു വളരെ നിഗൂഢമാണ്, വളരെ നിഗൂഢമായ ഒരു കാര്യമാണത്. അത് അറിയാതിരിക്കുന്നതാണ് നല്ലത്, രാഷ്ട്രീയമൊന്നും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. മൻഷാ അമിൻകും അൻ യഈശ അൽയൗമ വഹുവ മുകറമു, നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് ജീവിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ എന്താണ്, മുകറമാണ്, അവൻ മഹത്വമുള്ളവനാണ്, ബഹുമാന്യനാണ്. എന്ന് വെച്ചാൽ ഇംഗ്ലീഷുകാർ പറയുന്നത് പോലെ അവരുടെ ഒരു അടിമകളായിട്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ്, മികച്ച ആളുകളാണ്, മഹത്വമുള്ളവരാണ്. അല്ലാതെ ഇംഗ്ലീഷുകാരോട് പോരാടി മരിക്കാൻ തയ്യാറായവർ വളരെ മോശമായ ആൾക്കാരാണ്. ഫല്യും സിലാസം, അങ്ങനെ ജീവിക്കുകയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾ എന്തായി തീരുക, ലാ സമം വല ബസറുൻ, കേൾവിയില്ലാത്തവരും കാഴ്ചയില്ലാത്തവരും, ലദൈഹി വല ഫമുൻ, വായയില്ലാത്തവരും അല്ലേ, വായയില്ലാത്തവരും മീൻസ് നാവില്ലാത്തവരും കേൾവിയില്ലാത്തവരും കാഴ്ചയില്ലാത്തവരും, ഒന്നും കാണാതെയും ഒന്നും കേൾക്കാതെയും ഒന്നും പറയാതെയും ഇരിക്കുന്നവരാവുക. അങ്ങനെയുള്ളവരായാൽ നിങ്ങൾ മഹാന്മാരായി ആദരവുള്ളവരായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ പോരാടി മരിക്കേണ്ടി വരും, അല്ലെങ്കിൽ നാടുവിടേണ്ടി വരും, അല്ലെങ്കിൽ മറ്റു പല പ്രയാസങ്ങളും നിങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് അതിനൊന്നും നിൽക്കണ്ട, മിണ്ടാതെ അവിടെ ഇരുന്നാൽ മതി. എന്നാൽ ആദരവുള്ളവരായിട്ട് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം. ലാ തസ്തഹിഖു കറാമത്തൻ ഇല്ലൽ അസമ്മുൽ അബ്കമു, കേൾവിയില്ലാത്തവനും സംസാരിക്കാൻ കഴിയാത്തവനും മാത്രമാണ്
ആദരവ് അർഹിക്കുന്നവൻ. ബ്രിട്ടീഷുകാർക്കെതിരെ പറയുന്നവരും അവർക്കെതിരെ നീങ്ങുന്നവരും ഒരാദരവും അർഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ തന്നെ കേൾവിയില്ലാതെ കാഴ്ചയില്ലാതെ മിണ്ടാതെ അവിടെ ഇരിക്കുക. ഫർലു ബിഹുക്മിദ്ദഹരി, നിങ്ങൾ കാലത്തിന്റെ വിധി നിങ്ങൾ തൃപ്തിപ്പെടുക. മഹ്മാകാന ഫീഹി തഹക്കമിന്, അത് എന്ത് തന്നെ വിധിയായാലും അല്ലെ, എന്ത് തരം പ്രയാസകരമായ എന്ത് തരം മോശമായ വിധിയാണെങ്കിലും അത് നിങ്ങൾ തൃപ്തിപ്പെടുക. വഇദാ ളുലിംതും ഫൽഹഖു, നിങ്ങൾ അതായത് ബ്രിട്ടീഷുകാർ നിങ്ങളെ അടിച്ചമർത്താനും നിങ്ങളെ അടക്കി ഭരിക്കാനുമാണ് കാലത്തിന്റെ വിധി, അത് നിങ്ങൾ തൃപ്തിപ്പെടുക. വഇദാ ളുലിംതും, നിങ്ങൾ അനീതി ചെയ്യപ്പെട്ടാൽ, നിങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ, ഫൽഹഖു, നിങ്ങൾ ചിരിക്കുക. കാരണം നിങ്ങളുടെ വിധി അതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ചിരിക്കുക. എങ്ങനെ? തൊറബൻ, ഉല്ലാസവാന്മാരായിക്കൊണ്ട്, സന്തോഷവാന്മാരായിക്കൊണ്ട്. വലാ തതല്ലമു, നിങ്ങൾ പരാതി പറയരുത്. പരാതിയൊന്നും പറയാതെ ഇത് ഞങ്ങളുടെ വിധിയാണ് എന്ന് കരുതി സന്തോഷിക്കുക. ഇൻ ഖീല ഹാദാ ശഹദുക്കും, ഇത് ഈ തേന്, ഷഹദ് മീൻസ് തേൻ, തേൻ മുറുൻ എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ, ഫഖൂലു, നിങ്ങൾ പറയുക, അൽഖമു, മുറാണ്. മുറ് മീൻസ് കയ്പ്. തേന് തന്നിട്ട് ഈ തേന് കയ്പാണ് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ, അൽഖമു, അതെ ഇത് കയ്പാണ്. അൽക്കം മീൻസ് ഇന്ദ്രവല്ലി, ഒരു വളരെയധികം കയ്പുള്ള ഒരു സസ്യമാണ് അൽക്കം. ഇത് അൽക്കമാണല്ലേ ഈ തേന്, ഇത് അൽക്കമിന് വളരെയധികം കയ്പാണല്ലോ ഇതിന് എന്ന് നിങ്ങൾ പറയുക. അതായത് നമ്മളിവിടെ നാട്ടിൽ പറയാറുണ്ടല്ലേ, ഇത് രാത്രിയാണെന്ന് ചോദിച്ചാൽ ഓക്കെ ഇത് രാത്രിയാണ്, അല്ല ഇത് പകലാണെന്ന് പറഞ്ഞാൽ ഇത് പകലാണ് എന്ന് സമ്മതിച്ചു കൊടുത്തുകൊണ്ട് അടിമകളായി ജീവിക്കുക. അതാണ് നിങ്ങൾക്ക് നല്ലത്. ഫതഹമ്മദു വതശക്കറു, അതുകൊണ്ട് നിങ്ങൾ അവരെ സ്തുതിക്കുകയും അവർക്ക് നന്ദി ചെയ്യുകയും ചെയ്യുക. വതറന്നഹു വതറന്നമു, നിങ്ങൾ നൃത്തം ചെയ്യുകയും പാടുകയും ഉല്ലസിക്കുകയും ചെയ്യുക. നിങ്ങൾ അവരുടെ കീഴിൽ അവരുടെ അടിമകളായിക്കൊണ്ട് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ നിങ്ങൾക്ക് മഹത്വമുള്ളവരായിട്ടും പിന്നെ സന്തോഷത്തോടെയും ഒക്കെ ജീവിക്കാൻ കഴിയും എന്ന് പരിഹസിച്ചുകൊണ്ട് കവിത എഴുതിയിരിക്കുകയാണ് ആര്? മഅറൂഫ് അർ-റുസാഫി. ഓക്കെ, ആരാണ് ഇദ്ദേഹം? ഷായിറുൻ ഇറാഖിയുൻ സൗരിയുൻ ഇജ്തിമാഇയുൻ വ അക്കാദമിയുൻ. ഈ സാമൂഹ്യ പരിഷ്കർത്താവായ അല്ലെങ്കിൽ ഒരു വിപ്ലവ നായകനായ ഒരു വിപ്ലവ കവിയാണ് അദ്ദേഹം. ഇറാഖിലെ വിപ്ലവങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന അങ്ങനെ ഒരു സാമൂഹ്യമായ ഒരു കവിതകൾ എഴുതുന്ന കവിയാണ് അദ്ദേഹം. അക്കാഡമീഷ്യനാണ്. ഹുവ മഅറൂഫ് ഇബ്നു അബ്ദുൽ ഗനിൽ ബഗ്ദാദി അർ-റുസാഫി, അതാണ് അദ്ദേഹത്തിന് മുഴുവൻ പേര്. വുലിദ ബി ബഗ്ദാദ്, ബഗ്ദാദിൽ അദ്ദേഹം ജനിച്ചു. വനശ ഫി റുസാഫയിൽ, അദ്ദേഹം വളർന്നു. ബഅദ ഇത്മാമി ദറാസത്തിഹി, അദ്ദേഹത്തിന്റെ പഠനത്തിന് ശേഷം ഉയ്യന മുദർരിസൻ ലിൽ അദബിൽ അറബി ഫി ദാരിൽ മുഅല്ലിമീന ബിൽ ഖുദ്സ്, ഖുദ്സിലെ ദാറുൽ മുഅല്ലിമീനിൽ അറബിക് ലിറ്ററേച്ചർ അധ്യാപകനായിട്ട് അദ്ദേഹം നിയമിക്കപ്പെട്ടു. അസ്ദറ ജരീദത്തുൽ അമൽ അൽ യൗമിയ സനത 1923 വൻതുഖിബ ഉളുവൻ ഇലാ മജ്ലിസ് നവാബ് ഫി ബഗ്ദാദ്. 1923 അൽ അമൽ എന്ന ന്യൂസ് പേപ്പർ അദ്ദേഹം പുറത്തിറക്കുകയും പിന്നെ അതേപോലെ അൽ മജ്ലിസ് നവാബിന്റെ മജ്ലിസിൽ ഒരു ഉളുവായിട്ട്, ഒരു അംഗമായിട്ട് അദ്ദേഹം ഇന്തുഖിബ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ബഗ്ദാദിലെ നവാബിന്റെ സഭയിലെ ഒരു അംഗമായിട്ട്. തൂഫിയ ബി ബഗ്ദാദ് സനത 1945 മിൽ, അദ്ദേഹത്തിൽ 45 അദ്ദേഹം ബഗ്ദാദിൽ മരണപ്പെട്ടു. വനളമ അർബഅ ഖസായിദിഹി ഫിൽ ഖളാഇൽ ഇജ്തിമാഇയ്യത്തി വസിയാസിയത്തി, രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളിൽ, വിഷയങ്ങളിലാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കവിതകളൊക്കെ രചിച്ചത്. ഇൻതാസ ശിഅറുഹു ബി മതാനത്തി ലുഗത്തിഹി, അദ്ദേഹത്തിന്റെ ശിഅർ, കവിത നല്ല ഭാഷ കൊണ്ട് സവിശേഷമാണ്. റസാനത്തി ഉസ്ലൂബിഹി, അതേപോലെ സുന്ദരമായ ശൈലി കൊണ്ട് സവിശേഷമാണ്. വലഹു ആസാറും കസീറത്തും ഫിൽ ലുഗത്തി വൽ ആദാബി, സാഹിത്യത്തിലും ഭാഷയിലും അദ്ദേഹത്തിന് ഒരുപാട് ആസാറുണ്ട്, രചനകളുണ്ട്. നസ്റൻ വ നളമൻ, അത് ഗദ്യമായിട്ടും പദ്യമായിട്ടും. അഷ്ഹറു, അതിൽ പ്രധാനപ്പെട്ടതാണ് ദീവാനുർ റുസാഫി എന്നതും ദഫുൽ ഹജന എന്നതും മുഹാലറത്ത് ഫിൽ അദബിൽ അറബി, അറബി സാഹിത്യത്തിലുള്ള ലെക്ചറിങ്സ് എന്നതും. ഓക്കെ, ഹൗലൽ മന്ദും, ഈ കവിതയുടെ ആശയമാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് വായിച്ചു പോകാം. തഹദിഫു ഖസീദത്തു നാമു വല തസ്തൈഖലു എന്ന കവിത തഹദിഫു ലക്ഷ്യം വെക്കുന്നു. ഫി ഉസ്ലൂബിഹ സുഖ്രി, അതിന്റെ ആ സാർക്കാസ്റ്റിക് രൂപത്തിൽ, അതിന്റെ ആ പരിഹാസ തരത്തിലുള്ള ശൈലിയിൽ, പരിഹാസത്തിലൂടെയുള്ള ശൈലിയിൽ ലക്ഷ്യം വെക്കുന്നു. ഇല ഇസ്തിൻഹാദിൽ ഖൗമി, ആ ജനങ്ങളെ എന്ത് ചെയ്യാൻ വേണ്ടി? ഉണർത്താൻ വേണ്ടി. ലി മുഖാവമത്തിൽ ഇഹ്തിലാലി അൽ അജ്നബി, വൈദേശിക ആധിപത്യത്തിനെതിരെ മുഖാവമത്ത്, പോരാടാൻ വേണ്ടി നാട്ടുകാരായ
പിന്നെ എന്താണ് പറയാ, അജ്ഞതയിൽ നിൽക്കുന്ന, ഇതിനെപ്പറ്റി ബോധവാന്മാരല്ലാത്ത ആളുകളെ ബോധവൽക്കരിക്കാൻ, അവരെ ഉണർത്താൻ വേണ്ടിയാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് അല്ലെ. പരിഹാസ രൂപേണ പറഞ്ഞാൽ എന്ത് ചെയ്യും, കുറച്ചുകൂടെ അവരുടെ ഉള്ളിൽ തട്ടും. അതിനാണ് ഇങ്ങനെ ഒരു കവിത എഴുതിയത്. യഖൂലു ദാലിക ഹീന ലമസ ശാഇറു മിൻഹും ഗഫ്ലതഹും വതസാഹുലഹും ഫിഹ. ഈ കാര്യത്തിൽ അവരുടെ ഗഫ്ലത്ത്, അശ്രദ്ധ ഷായർ മനസ്സിലാക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു കവിത അദ്ദേഹം എഴുതിയത്. യാ ഖൗമു, ജനങ്ങളെ, ഇന്നക്കും ലാ തസ്തഹിക്കൂന അൻ തതകല്ലമു, നിങ്ങൾക്ക് പറയാൻ അർഹതയില്ല, അയ്യ കലാമിൻ, ഒരു വാക്കും, അലൽ ഹുരിയത്ത്, സ്വാതന്ത്ര്യത്തിന്റെ മേൽ, ബൽ ഇന്നൽ കലാമ മഹ്റൂമൻ ലക്കും, മാത്രമല്ല കലാമ് പറയൽ നിങ്ങൾക്ക് ഹറാമാണ് എന്ന് പറയുകയാണ് പരിഹസിച്ചുകൊണ്ട്. വയലൂമു ഖൗമഹു, അദ്ദേഹം തന്റെ ജനതയെ ആക്ഷേപിക്കുന്നു. എങ്ങനെ? യാ ഖൗം, ജനങ്ങളെ, അലൈക്കും മൻ തനാമു, നിങ്ങൾ ഉറങ്ങണം, നൗമൻ അമീക്കൻ, ഗാഠമായ നിദ്രയിൽ നിങ്ങൾ വീഴണം, ഫി ജഹാലത്തിക്കും, നിങ്ങളുടെ അജ്ഞതയിൽ, അൽ അമ്യ, നിങ്ങളുടെ അന്ധമായ ഈ അജ്ഞതയിലായിക്കൊണ്ട് നിങ്ങൾ ഉറങ്ങണം. കഅന്ന നൗമക്കും ലക്കും സബബും മിൻ അസ്ബാബിൻ നജാഹി വൽ ഫൗസ്, ഉറക്കമാണ് നിങ്ങളുടെ നജാഹ്, ഫൗസ്, വിജയത്തിന്റെ രഹസ്യം, വിജയത്തിന്റെ കാരണം എന്ന നിലയിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഉറങ്ങിക്കോളൂ എന്ന് പറയുന്നു. വയുആതിബു ഖൗമഹു, അദ്ദേഹം തന്റെ ജനതയെ ആക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അലൈക്കും അൻ തതഅഖറു അൻ കുല്ലി ഉമൂരി തഖദ്ദുമി ഫി ഹയാതിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ മുൻകൂട്ടി ചെയ്യേണ്ട, അല്ലെ, വേഗം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായും എന്ത് ചെയ്യണം, വൈകിപ്പിക്കണം. സുമ്മ യസ്തഹ്സിഉ, പിന്നെ അദ്ദേഹം അവരെ പരിഹസിച്ചുകൊണ്ട് പറയുന്നു, യാ ഖൗം, ജനങ്ങളെ, അലൈക്കും മൻ തത്റുകു അത്തഅല്ലുമ, നിങ്ങൾ പഠനം ഉപേക്ഷിക്കണം, വത്തഫഹുമ, മനസ്സിലാക്കൽ നിങ്ങൾ ഉപേക്ഷിക്കണം, ഫദാലിക ഖൈറുൻ ലക്കും, അതാണ് നിങ്ങൾക്ക് നല്ലത്, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം. വഅലൈക്കും മൻ തബ്ഖൗ ഫി ജഹാലത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ ജഹാലത്തിൽ തന്നെ, അജ്ഞതയിൽ തന്നെ തുടരണം, ഫഇന്ന തഅല്ലുമ ശർറുൻ ലക്കും, മനസ്സിലാക്കൽ നിങ്ങൾക്ക് മോശമാണ്, നിങ്ങൾക്ക് ദോഷം ചെയ്യും. വത്രുക്കു സിയാസത മിൻ ഹയാത്തിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ രാഷ്ട്രീയത്തെ ഉപേക്ഷിക്കുക, ലിയന്ന സിയാസത തജ്ലിബു നദാമത, കാരണം രാഷ്ട്രീയം നിങ്ങൾക്ക് ഖേദം കൊണ്ടുവരും, പിന്നീട് നിങ്ങൾ ഖേദിക്കേണ്ടി വരും. ബൽ ഇന്നഹ നൗഉം മിനസ് സഖ്രി, ഇതൊക്കെ എന്താണ്, പരിഹാസത്തിന്റെ ഒരു ഇനമാണ്. ഇതൊക്കെ പരിഹസിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്, സീരിയസ് ആയിട്ട് യഥാർത്ഥത്തിൽ പറയുന്നതല്ല. നേരെ ഓപ്പോസിറ്റാണ് ചെയ്യേണ്ടത്, ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഓപ്പോസിറ്റാണ് ചെയ്യേണ്ടത്. പക്ഷെ അദ്ദേഹം ഈ രൂപത്തിലാണ് പറയുന്നത്. വശാഇറു യുആതിബുഹും, അവരെ കവി ആക്ഷേപിക്കുന്നു, അന്നഹു മൻ യുരിദ് അൻ യഈശ ഫീ ഹാദിഹിൽ അയ്യാമി, ഈ ദിവസങ്ങളിൽ ആരെങ്കിലും ജീവിക്കാൻ ഉദ്ദേശിച്ചാൽ, മുക്കറമൻ, എങ്ങനെ, ബഹുമാന്യനായിക്കൊണ്ട്, മീൻസ് ആദരവ് ഉള്ളവനായിക്കൊണ്ട്, മഹത്വമുള്ളവനായിക്കൊണ്ട് ജീവിക്കാൻ ഉദ്ദേശിച്ചാൽ, തഹത ഹാദിഹിൽ ഹുക്കൂമത്തിൽ ലാലിമത്ത്, ഈ അക്രമികളായ ഭരണത്തിന്റെ, ഈ അക്രമ ഭരണത്തിന്റെ കീഴിൽ, ഫല്യകുൻ കമൻ ലാ യസ്മഉ, അങ്ങനെയാണെങ്കിൽ അവൻ എന്താകട്ടെ, ലാ യസ്മഉ, കേൾക്കാത്തവനെ പോലെ ആകട്ടെ, വലാ യുബ്സിറു, കാണാത്തവനെ പോലെ, വലാ യൻതിഖു ശൈഅൻ, ഒന്നും പറയാത്തവനെ പോലെ ആകട്ടെ. അങ്ങനെ ജീവിച്ചാൽ അവന് ബഹുമാന്യനെ, ഒരു മാന്യത, എന്താ പറയാ, ആദരവോടെ, അങ്ങനെയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ആദരവൊക്കെ കിട്ടിക്കൊണ്ട് ഇവിടെ ജീവിക്കാം, അവരുടെ അടിമകളായിട്ട് ജീവിക്കുകയാണെങ്കിൽ, അവർക്കെതിരെ ഒന്നും പറയാതെ. വഅലൈക്കും യാ ഖൗമു അൻ തർളൂ ബിഹുക്മി ദഹ്രി, നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഹുക്മു ദഹ്ർ, കാലത്തിന്റെ വിധിയിൽ നിങ്ങൾ തൃപ്തിപ്പെട്ടോളൂ, ഖൈറുഹു മിൻ ഹുക്മി ദഹ്രി ഖൈരിഹി വശർരിഹി, അത് നന്മയായാലും തിന്മയായാലും നിങ്ങൾ അതിൽ തൃപ്തിപ്പെടുക. വയഖൂലു മുആതിബൻ ഇയ്യാഹും, അവരോട് ആക്ഷേപിച്ചുകൊണ്ട് കവി പറയുകയാണ്, ഇദാ അസാബക്കും മുസീബത്ത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ, മിൻ ഖിബലിൽ അഅദാ, ഈ ശത്രു അല്ലാലിമിന, ഈ അക്രമികളായ ശത്രുക്കളുടെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ, ആപത്ത് വന്നാൽ, ഫഫ്റഹു വൽഹഖു, നിങ്ങൾ ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുക. വലാ തശ്കു ഇലാ അഹദിൻ, ഒരാളോട് നിങ്ങൾ വേവലാതി പറയരുത്. വയലൂമു അയ്ളൻ, അദ്ദേഹം അവരെ ആക്ഷേപിക്കുന്നു, ഇദാ ഖീല ലക്കും ഇന്നൽ അസ്ല മുർറുൻ, തേന് മുറാണ്, കയ്പാണ് എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ, ഫഖൂലു, നിങ്ങൾ പറയുക, നഅം, അതെ, ഇന്നഹു അൽ മുർറു ശദീദ്, അത് ശക്തമായ കയ്പാണ് ഈ തേനുള്ളത് എന്ന് പറയുക. ബൽ, അല്ല, ഇന്നഹു അൽഖം, അത് അൽക്കമാണ്, അങ്ങേയറ്റം കയ്പുള്ള ആ സസ്യമാണത്, അല്ലേ, അതാണ് എന്ന് നിങ്ങൾ പറയുക. വയഖ്തതിമു അശ്ശാഇറു ഇതാബഹു ഖായിലൻ, ഷായർ തന്റെ ഇതാബ്, തന്റെ ആക്ഷേപം അവസാനിപ്പിക്കുന്നു, ഇന്ന ഹാദാ ഖുദൂഉകും അൽ കാമിലു, ഇത് നിങ്ങളുടെ പൂർണ്ണമായ കീഴൊതുങ്ങലാണ്, ലിഹഉലാഇൽ ഹുക്കാമിൽ അജാനിബിൽ ലാലിമീന, ഈ ലാലിമീന തുഗാത്ത്, ധിക്കാരികളായ ലാലിമീൻ, അക്രമികളായ വിദേശ ശക്തികൾക്ക്, വിദേശ ഭരണത്തിന് നിങ്ങൾ കീഴൊതുങ്ങലാണിത്, അല്ലെ, പൂർണ്ണമായിട്ടും കീഴ്പ്പെടലാണിത്, ഭീരുക്കളുടെ പണിയാണിത്, അല്ലെ, ഭീരുക്കളുടെ സ്വഭാവമാണ് നിങ്ങൾ കാണിക്കുന്നത്. ഫമാ അലൈക്കും, നിങ്ങൾക്കില്ല, ഇല്ലാ അൻ തറന്നമു, ആഹ്ലാദിക്കലല്ലാതെ, ലഹം,
അവർക്ക് വേണ്ടി വതഹ്മദുഹും അവരെ സ്തുതിക്കലല്ലാതെ വതർക്കുസുഹും അവർക്ക് വേണ്ടി നൃത്തം ചെയ്യലല്ലാതെ വതശ്കുറുലഹും അവരെ വതശക്കറുലഹും അവർക്ക് നന്ദി പറയലല്ലാതെ വേറൊന്നും നിങ്ങൾക്കിനി ചെയ്യാനില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അതിൻ്റെ ഒരു സംഭാഷണ രൂപത്തിലുള്ള ശൈലിയിൽ നിങ്ങൾ ഈ കവിത വായിക്കുക. പിന്നെ താഴെ കുറച്ച് ഫിക്ര ഫർഇയ്യ വരുന്നുണ്ടല്ലേ, ഈ 3 എണ്ണം. ഈ ഫിക്ര ഫർഇയ്യത്തിനെ ഈ 3 വരിയുമായിട്ട് യോജിപ്പിക്കുക. ഓരോന്നിൻ്റെയും ആശയം ഏതാണെന്ന് വെച്ചാൽ അതുമായിട്ട് യോജിപ്പിക്കുക. ഈ 3 വരികൾ നമ്മളിപ്പോൾ പഠിച്ച വരികൾ നാമു വലാ തസ്തൈഖിളു എന്ന് തുടങ്ങിയിട്ട് ഈ ഫിക്രത്തുകൾ താഴെയുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആശയങ്ങൾ: അൽ കറാമത്തു ലിമൻ യഅമലു ദിദ്ദൽ മുൻകറാത്ത്, തെറ്റുകൾക്കെതിരെ പ്രവർത്തിക്കുന്നവനാണ് കറാമത്തുള്ളത്, മഹത്വമുള്ളത് എന്ന് സൂചിപ്പിക്കുന്ന വരി ഏതാണ്? ലാ യസ്തഹിഖു കറാമത്തൻ ഇല്ലൽ അസമ്മുൽ അബ്കമു, സംസാരിക്കാത്തവനും ചെവി കേൾക്കാത്തവനും അല്ലാതെ കറാമത്ത് അർഹിക്കുന്നില്ല. വരിയിൽ അങ്ങനെയാണ് പറഞ്ഞത്, പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് പറഞ്ഞത്? അങ്ങനെ അല്ലാത്തവർക്കാണ് കറാമത്ത് എന്നല്ലേ. അപ്പൊ അതാണ് അതുമായിട്ട് യോജിക്കുന്ന വരി. പിന്നെ അൽ ജഹ്ലു ആഫത്തുൽ ലിൽ ഇൻസാനി, അജ്ഞത മനുഷ്യന് അപകടമാണ് എന്ന് സൂചിപ്പിക്കുന്ന വരി ഏതാണ്? വതസബ്ബതു ഫി ജഹലിക്കും ഫശ്ശറു അൻ തഅല്ലമു, നിങ്ങൾ അജ്ഞരായിട്ട് തുടങ്ങുക, ജ്ഞാനമുണ്ടാവുക എന്നത് മോശമാണ്. ആ വരിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അല്ലെ. വരിയുടെ അർത്ഥം ഇതാണെങ്കിലും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? അജ്ഞരായിരിക്കരുത്, അറിവ് നേടണം എന്നുള്ളതാണല്ലോ. പിന്നെ അസുക്കൂത്ത് എന്തൽ ഇഹ്തിലാലി ജരീമത്തുൻ, അധിനിവേശത്തിന്റെ സമയത്ത് മിണ്ടാതിരിക്കുന്നത് കുറ്റമാണ് എന്നാണ് പറയുന്നത് അല്ലെ. ഒന്നാമത്തെ വരി നാമു വലാ തസ്തൈഖിളു, നിങ്ങൾ ഉറങ്ങുക, ഉണരരുത്. മാഫാസ ഇല്ലൻ നവം, ഉറങ്ങുന്നവരല്ലാതെ വിജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അസുക്കൂത്ത് എന്തൽ ഇഹ്തിലാലി ജരീമത്തുൻ എന്നതാണ് പരോക്ഷമായിട്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അത് മിണ്ടാതിരിക്കരുത് എന്ന്. നക്തശ്ഫി ഫിക്രത്തുൽ അബിയത്ത് താലിയത്ത് വനക്തുബ, ഈ 2 വരികളുടെ ആശയം മനസ്സിലാക്കി എഴുതാം. വദഉ തഫഹുമ ജാനിബൻ, പിന്നെ ഫൽ ഖൈറു അല്ലാ തഫഹമു, മനസ്സിലാക്കാതിരിക്കുന്നതാണ് നല്ലത്. വതസബ്ബതു ഫി ജഹലിക്കും, അജ്ഞതയിലായിക്കൊണ്ട് തന്നെ ഇരിക്കുക. മനസ്സിലാക്കൽ, പഠിക്കൽ, അറിയൽ അതൊക്കെ എന്താണ്? ഷർറാണ് എന്നുള്ള വരിയെ എന്ത് ചെയ്യുക? വിശദീകരിച്ചത്. തനവായത്തുൽ മശായിറുൽ ആതിഫിയത്ത് ഫി ഹാദൽ മൻദൂമി, ഈ മൻദൂമിൽ ഒരുപാട് വികാരങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. നുഹാദിത്തു സലാസത്ത് മിൻഹ, അതിൽപ്പെട്ട 3 എണ്ണം എഴുതാം. യാ ഖൗമി, ജനങ്ങളെ, അദ്ദേഹം അതായത് കവിയുടെ ആളുകളോട് തോന്നിയ വികാരം അല്ലേ. യൽസമു അലൈക്കും അൻ തതഅല്ലമു വതഫഹമു, അദ്ദേഹം പറയുകയാണ് നിങ്ങൾ പഠിക്കരുത്, പഠിച്ചാൽ മോശമാണ് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? യാ ഖൗമി, ജനങ്ങളെ, യൽസമു അലൈക്കും, നിങ്ങൾക്ക് നിർബന്ധമാണ്, അൻ തതഅല്ലമു, നിങ്ങൾ പഠിക്കൽ, വതഫഹമു, നിങ്ങൾ മനസ്സിലാക്കൽ നിങ്ങൾക്ക് നിർബന്ധമാണ്. അതേപോലെ 2 എണ്ണം കൂടെ എഴുതാം. എന്താ പറയാ? യാ ഖൗം, ജനങ്ങളെ, യംബഗി അലൈക്കും, നിങ്ങൾക്ക് നിർബന്ധമാണ് എന്ത്? അൻ തുഖാവിമു അൽ ബരീത്വാനീന, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടൽ അല്ലേ. അതേപോലെ യാ ഖൗമി, ജനങ്ങളെ, അലൈക്കും, നിങ്ങൾക്ക് നിർബന്ധമാണ് ഇത് അൻ തൻഹലു, നിങ്ങൾ ഉണരൽ അല്ലേ. വ അൻ തഅമലു ലിദ്ദൽ ഇഹ്തിലാൽ, അധിനിവേശത്തിനെതിരെ പ്രവർത്തിക്കൽ. അങ്ങനെ എഴുതാം. ഇനി നുറാജി വന്നസ്സ വനക്തശ്ഫു മിൻഹു സിയഗൽ അംരി വന്നഹി വനക്തു മാദിഹ മുദാരിഹ, ഇതിലുള്ളത് പോലെ എന്ത് ചെയ്യാം? ഇതിന്റെ ഈ കുറെ ഫീലുകൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ മുളാരിയും അമ്രും നഹിയും ഒക്കെ എഴുതാം. ഉറങ്ങി, യനാമു, ഉറങ്ങുന്നു, അതിന്റെ മുളാരിയാണ് യനാമു. നം, ഉറങ്ങൂ, അതിന്റെ അമ്രാണ്. ലാ തനം, ഉറങ്ങരുത്, അത് നഹി. അതേപോലെ ലാ തസ്തൈഖിൽ എന്നാണ് അവിടെ കാണുന്നത് അല്ലെ. അപ്പൊ അതിന്റെ മാലി എന്തായിരിക്കും? ഇസ്തൈഖല മാലി, യസ്തൈഖിലു മുളാരി, ഇസ്തൈഖിൽ അമ്ർ, ലാ തസ്തൈഖിൽ നഹി. അതേപോലെ മറ്റൊരു ഫീൽ, അതിലുള്ള ഫീൽ പറയുക അല്ലെ. ഏതെങ്കിലും ഒരു ഫീൽ, അതിപ്പോ ഏതാണ് ഫീൽ ഉള്ളത്? ഫഹിമ അല്ലെ, അല്ലെങ്കിൽ അലിമ. അതിന്റെ മുളാരി ഈ യഅലമു, അമ്ർ ഇഅലം, നഹി ലാ തഅലം, നീ അറിയരുത്. അങ്ങനെ ഫഹിമയാണെങ്കിൽ ഫഹിമ, യഫ്ഹമു, ഇഫ്ഹം, ലാ തഫ്ഹം, അങ്ങനെ ഏത് ഫീലും പറയാം. നുതർജിമുൽ ഫിക്രത ഇല ലുഗത്തിൽ അറബിയ, അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം ഈ സെന്റൻസിനെ, ഈ പാരഗ്രാഫിനെ. ആഗ്ര ഫോർട്ട് ഈസ് വൺ ഓഫ് ദ റിച്ചസ്റ്റ് ഹിസ്റ്റോറിക്കൽ മൊണ്യൂമെന്റ്സ് ഇൻ ഇന്ത്യ. ആഗ്ര കോട്ട ഇന്ത്യയിലെ സമ്പന്നമായ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ്. അതങ്ങനെ അറബിയിൽ പറയാം. ആഗ്ര ഫോർട്ട്, ഖൽഅത്തു ആഗ്ര ഈസ് വൺ ഓഫ് ദ റിച്ചസ്റ്റ്
മിൻ അഗ്ന ഈസ് വൺ ഓഫ് ദ റിച്ചസ്റ്റ് എന്നുള്ളതിന് മിൻ അഗ്ന എന്ന് പറഞ്ഞാൽ മതി. റിച്ചസ്റ്റ് ഹിസ്റ്റോറിക്കൽ മൊണ്യൂമെന്റ്സ് മിൻ അഗ്നൽ ആസാരി, ആസാർ മീൻസ് മൊണ്യൂമെന്റ്സ്, ഹിസ്റ്റോറിക്കൽ താരിഖിയ മിൻ അഗ്നൽ ആസാരി താരിഖിയത്തി ഇൻ ഹിന്ദ് ഫിൽ ഹിന്ദ്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ വെസ്റ്റ് ബാങ്ക് ഓഫ് റിവർ യമുന. യമുന നദിയുടെ പടിഞ്ഞാറൻ തീരത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് എന്നുള്ളതിന് തഖഉ എന്ന് പറയും, സ്ഥിതി ചെയ്യുന്നു. ഓൺ ദ വെസ്റ്റ് ബാങ്ക് അൽ ലഫത്തിൽ ഗർബിയത്ത്, ബാങ്ക് തീരം കര എന്നുള്ളതിന് ലഫത്ത്, അൽ ഗർബിയ വെസ്റ്റ്. ലിനഹരി യമുന ഓഫ് റിവർ യമുന. ദ ഗ്രേറ്റസ്റ്റ് മുഗൾ എംപറർ അക്ബർ സ്റ്റാർട്ടഡ് ഇറ്റ്സ് വർക്ക് ഇൻ 1565. 65 ഏറ്റവും മഹാനായ മുഗൾ ചക്രവർത്തിയായ അക്ബറാണ് ഇതിന്റെ പണി തുടങ്ങിയത്. പേപ്പർ അപ്പോൾ ഗ്രേറ്റസ്റ്റ് എന്ന് പറയേണ്ടതില്ല, അക്ബർ ഗ്രേറ്റ് എന്ന് പറഞ്ഞത് അല്ലേ, ഏറ്റവും മഹാനായ എന്നൊന്നും അക്ബറിനെ കൊണ്ട് പറയേണ്ടതില്ല. അപ്പോൾ ദ ഗ്രേറ്റസ്റ്റ് മുഗൾ എംപറർ, ഇവിടെ അറബിയിൽ പറയുമ്പോൾ ആദ്യം ഫെയിലാണ് വെക്കേണ്ടത്. ഇപ്പോൾ തുടങ്ങി, സ്റ്റാർട്ടഡ് എന്നുള്ളതാണ് ഇതിലുള്ള ഫെയർ. ബദ അല്ലേ, ബദ അൽ ഇംറാത്തൂറുൽ മുഗലിയുൽ ആളം, ദ ഗ്രേറ്റസ്റ്റ് മുഗൾ എംപറർ. ബദ സ്റ്റാർട്ടഡ്, എന്ത് തുടങ്ങി? ബിനാ അഹ ഇറ്റ്സ് വർക്ക് എന്നുള്ളതിന് ബിനാ അഹ അതിൻ്റെ നിർമ്മാണം. എപ്പോൾ? അമ 65 അല്ലേ, 65 മീലാദിയ. عندما كان عمره 23 عاما فقط when he was only 23 years old. 23 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ എന്ന് പറയാൻ എന്തമ പറയാം. എന്തമാക്കാൻ ഉംറുഹു ഇത്ര ആമൻ ഫഖത്ത് ഓൺലി എന്നുള്ളതിന് ഫഖത്ത്. പിന്നെ ദ അമർ സിംഗ് ഗേറ്റ് ഈസ് ദ മെയിൻ എൻട്രൻസ് ടു ദിസ് ഫോർട്ട്. ഇതിലേക്കുള്ള മെയിൻ എൻട്രൻസ് അമർ സിംഗ് ഗേറ്റ് ആണ്. ബവ്വാബത്തു അമർ സിംഗ് ഗേറ്റ് ഹിയൽ മദ്ഖലു റഈസിയു, അതാണ് റഈസി മെയിൻ ആയിട്ടുള്ള പ്രധാനപ്പെട്ട മദ്ഖൽ എൻട്രൻസ് ലിഹാദിഹിൽ കല, ഈ കോട്ടയ്ക്കുള്ള. ഓക്കെ, അത്രയേ ഉള്ളൂ.